അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് CBI അന്വേഷണം ആവശ്യപ്പെടുന്ന ഒരു പ്രത്യേക സ്വഭാവ സവിശേഷത നമ്മുടെ കേരള രാഷ്ട്രീയത്തിനുണ്ട്. അത് ചരിത്രം നോക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ലാവ്ലിൻ കേസിൽ വിജിലൻസ് ഒന്നും തന്നെ കണ്ടെത്തിയിരുന്നില്ല. അപ്രകാരം ക്രമരഹിതമായ ഒരു ഇടപാടും നടന്നിട്ടില്ല എന്ന് വിജിലൻസിൻ്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നിട്ടും പത്രങ്ങളുടെ സമ്മർദ്ദത്താൽ ലാവ്ലിൻ കേസ് CBIക്ക് വിട്ടു എന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. ആ കേസ് അവിടെ നിൽക്കുകയാണ്. പിന്നെ മറ്റൊന്ന്, ഉമ്മൻചാണ്ടിക്കെതിരെ പിണറായി സർക്കാർ CBIക്ക് ഇതേപോലെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പരാതിക്കാരിയുടെ പരാതി കിട്ടി, അത് CBIക്ക് കൈമാറുന്നു. ഒടുവിൽ ആ CBI തന്നെ ഉമ്മൻചാണ്ടിയെ കുറ്റമുക്തനാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് കൊടുക്കുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് 2 മാസം അവശേഷിക്കെ പ്രതിപക്ഷ നേതാവിൻ്റെ പേരിൽ CBI അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശയാണ്, സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. ആ വാർത്ത പുറത്തു വരുന്നു. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടോ? ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്നതിനപ്പുറം ഇതിപ്പോൾ സർക്കാരിന് ഗുണം ചെയ്യാൻ അല്ലെങ്കിൽ വീണ്ടും പിണറായി 3-0ക്ക് വേണ്ടിയിട്ടുള്ളതാണ് പദ്ധതിയെങ്കിൽ ആരുടെ തലയിലാണ് തുടർച്ചയായി ഇങ്ങനെ അബദ്ധ പദ്ധതികൾ വരുന്നതെന്ന് പരിശോധിക്കേണ്ടി വരും. ആ തല പരിശോധിക്കേണ്ടി വരും. മുമ്പ് എപ്പോഴും പിണറായി വിജയൻ പറഞ്ഞതായിട്ടുള്ളൊരു വാചകമാണല്ലോ, തല പരിശോധിക്കണമെന്ന്. അപ്പോൾ ആ തല ഒന്ന് പരിശോധിക്കേണ്ടി വരുമെന്നുള്ളതാണ്. കാരണം ഇത് തുടർച്ചയായി സർക്കാരിനെ തിരിച്ചടിയാകുന്ന അല്ലെങ്കിൽ പരിഹാസ്യമാകുന്ന നിലപാടാണ്. ഇതിപ്പോൾ ഇത് ടൈമിംഗ് ആണ്. ഈ ടൈമിംഗ് ആണ് ഏറ്റവും പ്രധാനം. ഈ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ദ്വിദിന ക്യാമ്പ് നടക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് അജണ്ട അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടണമെന്ന പദ്ധതികൾക്കായി അവരുടെ യോഗം ചേരുന്ന ദിവസം രാവിലെ തന്നെ ഈ ഒരു വാർത്ത പുറത്തേക്ക് വിടുന്നത്. അതും 11 മാസം മുൻപ് സമർപ്പിച്ചിരിക്കുന്ന ഒരു ശുപാർശ. ആ ശുപാർശ 11 മാസങ്ങൾക്കിപ്പുറം തെരഞ്ഞെടുപ്പിന് 2 മാസം ബാക്കി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക സമയത്ത് അത് പുറത്തുവിടുകയാണ്. ഇത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇപ്പോഴല്ല, അടുത്ത മാസം അല്ലെങ്കിൽ ഈ മാസം പകുതിയൊക്കെ കഴിയുമ്പോഴത്തേക്കും പുറത്തു വരും എന്നുള്ളതാണ് അറിഞ്ഞിരുന്നത്. കാരണം ഇതൊക്കെ തന്നെയും വിജിലൻസിൽ നിന്ന് തന്നെ, പോലീസിൽ നിന്ന് തന്നെ ഇതൊക്കെ ഇവർക്ക് പ്രതിപക്ഷത്തിനൊക്കെ അറിയാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ ഒരു കേസിൻ്റെ നാൾവഴികൾ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഇതെപ്പോഴാണ് ഇത് വരുന്നത്? ഇത് മുമ്പ് 2018 സർക്കാരിനെതിരെ ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നുണ്ട് പ്രതിപക്ഷം. അന്ന് പ്രമേയാവതരണം നടത്തിയത് VD സതീശനാണ്. അന്ന് പ്രമേയാവതരണം നടത്തുന്നതിനിടെയാണ് അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ജെയിംസ് മാത്യു MLA എത്തുന്നത്. ജെയിംസ് മാത്യു MLA ആണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. പക്ഷേ അവിടെ തന്നെ ഇതിന് കൃത്യമായ മറുപടി അദ്ദേഹം കൊടുക്കുന്നുണ്ടായിരുന്നു. അത് അവിടെ കഴിയുന്നതാണ്. പക്ഷേ പിന്നീട് എന്ത് വരുന്നു? പിന്നീട് വിജിലൻസിലേക്ക് കേസ് പോവുകയാണ്. അപ്പോൾ വിജിലൻസിലേക്ക് കേസ് പോകുമ്പോൾ വിജിലൻസ് ആദ്യം പരിശോധിച്ച് പറയുന്നു ഇതിൽ തെളിവുകളില്ല എന്ന് പറയുന്നുണ്ട്. അത് 2021-22 ആണെന്ന് മനസ്സിലാക്കുന്നത്. ഒരു പരാതി വരുന്നു. വിജിലൻസ് യൂണിറ്റ് 2 ആണെന്ന് അന്വേഷണം നടത്തിയത്. ആ ഉദ്യോഗസ്ഥൻ ഒരു 3 മണിക്കൂർ, ഒരു വൈകിട്ട് 7:30 മുതൽ ഒരു 10:30 വരെ പ്രതിപക്ഷ നേതാവിൻ്റെ മൊഴിയെടുക്കുന്നുണ്ട്. ആ മൊഴിയെടുക്കലിന് ശേഷം ആ ഉദ്യോഗസ്ഥൻ തന്നെ പറയുകയാണ്, ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്, മുകളിൽ നിന്നുള്ള ഓർഡറാണ്, അതുകൊണ്ട് ഞങ്ങൾക്കിതെല്ലാം നിർവാഹമില്ല എന്ന ഉദ്യോഗസ്ഥൻ പറയുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് അതിനോട് പ്രതികരിക്കുമ്പോൾ പറയുന്നത്, അന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് എൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന്. കാരണം അവർക്ക് നിർവാഹമില്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ നടപടികളുമായി മുന്നോട്ട് പോകും, നിങ്ങൾ നിങ്ങളുടെ ജോലിയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഉദ്യോഗസ്ഥൻ പോകുന്നു. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ ഈ അന്വേഷണത്തിൽ ഇതിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് റിപ്പോർട്ട് നൽകുമ്പോൾ ആ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുകയാണ്. സ്ഥലം മാറ്റിയ ശേഷം വയനാട്ടിൽ നിന്ന് മറ്റൊരു ഉദ്യോഗസ്ഥനെ ഇവിടേക്ക് കൊണ്ടുവരുന്നു. ആ ഉദ്യോഗസ്ഥന് പിന്നീട് പ്രൊമോഷൻ അടക്കം നൽകുന്നത് നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നു. അതിനുശേഷമാണ് ഈ യോഗേഷ് ഗുപ്ത ADGP വിജിലൻസ് റിപ്പോർട്ട് കൊടുക്കുന്നത്. ആ റിപ്പോർട്ട് ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കൊടുക്കുന്നത്. അതിനുശേഷം യോഗേഷ് ഗുപ്ത വാക്കാൽ തന്നെ പറഞ്ഞു എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ഈ കേസ് ക്ലോസ് ചെയ്യണം, ഇത് നിൽക്കില്ല എന്ന് വാക്കാൽ പറയുന്നു എന്ന്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും P ശശി അതിന് മറുപടിയായി പറയുന്നത് അത് പെൻഡിങ്ങിൽ അവിടെ വെക്കട്ടെ, അതവിടെ ഇരിക്കട്ടെ എന്നാണ്. അപ്പോൾ പെൻഡിങ്ങിൽ വെച്ച് ആവശ്യാനുസരണം ഉപയോഗിക്കാനുള്ള ഒരു കേസായി ഉപയോഗിക്കുന്നു. അപ്പോൾ അത് ആവശ്യാനുസരണം ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പക്ഷേ അത് ആവശ്യമാണോ നടത്തുക, അത് ആരുടെ ആവശ്യം നടപ്പാക്കുമെന്നുള്ളതാണ് ഒരു ചോദ്യം. ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ഇവിടെ CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ടു മറ്റൊരു പ്രധാന കേസ് ഇവിടെയുണ്ടല്ലോ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന ഘട്ടമാണ്. അപ്പോൾ CBI അന്വേഷണം വരണമെങ്കിൽ ഇവിടെ സർക്കാർ തീരുമാനമെടുക്കണം എന്ന രൂപത്തിൽ ഇവിടെ നിയമം മാറ്റി എഴുതിയിട്ടുണ്ട്. സർക്കാരിൻ്റെ അനുമതിയോടുകൂടിയേ CBIക്ക് ഇവിടെ അന്വേഷണം നടത്താൻ പറ്റുകയുള്ളൂ. അതിൽ സർക്കാർ നിലപാടെടുത്തിരിക്കുന്നത് CBI വേണ്ട എന്നാണ്. കോടതി പറഞ്ഞാൽ അന്വേഷിക്കാമെന്ന് CBI പറയുമ്പോഴാണ് CBI വേണ്ട എന്ന് സർക്കാർ നിലപാടെടുത്തിരിക്കുന്നത്. അപ്പോൾ കേരളം ഏറെ ചർച്ച ചെയ്ത, ഇവിടെ നടന്നു എന്ന് ഉറപ്പുള്ള ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ CBI വേണ്ട എന്ന് പറയുകയും 11 മാസം മുമ്പ് നൽകിയിരിക്കുന്ന പ്രതിപക്ഷ നേതാവിനെതിരായ ശുപാർശ CBIക്ക് വിടുകയും ചെയ്താൽ അത് രാഷ്ട്രീയമായി ആർക്കാണ് ഗുണം ചെയ്യുക? അത് രാഷ്ട്രീയമായി ഉറപ്പായിട്ടും പ്രതിപക്ഷത്തിനാണ് ഗുണം ചെയ്യുക. VD സതീശനാണ് ഗുണം ചെയ്യുക. ഇപ്പോൾ VD സതീശനെ ഉമ്മൻചാണ്ടിക്കെതിരെ കേസെടുത്തത് പോലൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആ തരത്തിലൊരു ഹീറോ ആയി മാറിയിരിക്കുകയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ്. ആ രൂപത്തിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ കേസെടുക്കുന്ന ഏത് രൂപത്തിലാണ് നമുക്ക് ഓർമ്മയുണ്ട്? CBI അന്വേഷണം പരാതിക്കാരിയാണ് ആവശ്യപ്പെടുന്നത്, ഞങ്ങളുടെ ആവശ്യമല്ല.
പരാതിക്കാരി പറഞ്ഞതുകൊണ്ട് ഞങ്ങളിതാ വിടുന്നത് കൃത്യം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിരുന്നു. ഇനി ഈ പറഞ്ഞ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട സമാനമായ രൂപത്തിലാണോ അങ്ങനെ ഒരു താരതമ്യം സാധ്യമാണോ എന്ന് ചോദിച്ചാൽ അത്രത്തോളം സാധ്യമല്ല. അതിൽ രാഷ്ട്രീയമൊക്കെ ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. എന്നാൽ പോലും ലാവ്ലിൻ കേസിൽ അന്ന് വിജിലൻസ് കോടതിയിൽ മുൻ വിജിലൻസ് ഡയറക്ടർ ഉപേന്ദ്ര വർമ്മ 2005 ഒരു റിപ്പോർട്ട് നൽകുന്നു. അതിൽ ഉദ്യോഗസ്ഥരെ മാത്രം പ്രതി ചേർത്തുകൊണ്ടുള്ള റിപ്പോർട്ടാണ് നൽകുന്നത്. അപ്പോൾ അതിനെതിരെയാണ് അവസാന ക്യാബിനറ്റിൽ, അതും ഉമ്മൻചാണ്ടിയുടെ അവസാന ക്യാബിനറ്റ് യോഗത്തിൽ ഇത് CBIക്ക് കൈമാറുകയാണെന്ന് തീരുമാനം പ്രഖ്യാപിക്കുന്നത്. അവിടെ ഒരു വ്യത്യാസമുള്ളത്, അവിടെ ഒരു കേസുണ്ട്. ആ കേസിലൊരു അന്വേഷണ റിപ്പോർട്ടുമുണ്ട്. അതിൽ അന്വേഷണ റിപ്പോർട്ടിൽ അതെ, ഉദ്യോഗസ്ഥർ മാത്രമാണ്. FIR ഉണ്ട്. ഇതിൽ നോക്ക്, ഇതിൽ കേസ് തന്നെ ഇല്ലാന്നേ. ഇതിൽ ഈ വിജിലൻസ് 2 തവണ 3 തവണ പരിശോധിച്ചതിന് ശേഷം എല്ലാ ഉദ്യോഗസ്ഥരും പറയുന്നത് ഇത് കേസ് നിൽക്കില്ല. കാരണം ഇത് ഈ പുനർജനി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതാണ് ഇവർ പറയുന്നത്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ പുനർജനി ഈ തരത്തിൽ ഈ ആവശ്യക്കാരെ ഈ സ്പോൺസറുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലമായി വർത്തിക്കുന്നു എന്നുള്ളതാണ്. ഈ കാര്യമാണ് വിദേശത്ത് പോയിട്ട് അദ്ദേഹം പ്രസംഗിക്കുന്നത്. നിങ്ങൾ 500 പൗണ്ട് വീതം തരൂ എന്നൊക്കെ പറയുന്നത്. ആ തുക നിങ്ങൾ നൽകുകയാണെങ്കിൽ ആ തുക ഇത്രയും വീടുകൾ, 5 വീടുകൾ എന്ന് പറയുന്നുണ്ട്. ആ വീടിന്റെ കണക്ക് പറയുന്നുണ്ട്. തയ്യൽ മെഷീനുകളുടെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ആ സ്പോൺസർമാരുടെ പേരുകളും വിവരങ്ങളും ഒക്കെ ഉണ്ട്. അതിപ്പോൾ ഒരു സ്പോൺസർ മാത്രമല്ല, ഈ പറയുന്ന ഒരു സംഘടന വഴിയാണ് മണപ്പാട്ട് ഫൗണ്ടേഷൻ ആണെങ്കിൽ വിദേശ പണം കൈകാര്യം ചെയ്യാനുള്ള ലൈസൻസും ഉണ്ട്. അപ്പോൾ ഇത് പ്രതിപക്ഷ നേതാവിന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല. പ്രതിപക്ഷ നേതാവ് നേരിട്ട് കൈകാര്യം ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ആവശ്യക്കാരെ തിരഞ്ഞെടുക്കുന്നത്? ആവശ്യക്കാർ പുനർജനിയിലേക്ക് അപേക്ഷ നൽകുന്നു. ആ അപേക്ഷ പരിശോധിക്കുന്നു. ഇത് യഥാർത്ഥത്തിലുള്ള ആവശ്യക്കാരാണോ? ഇവർക്ക് യഥാർത്ഥത്തിൽ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ജീവിതോപാധി നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഈ പറയുന്ന തയ്യൽ മെഷീൻ കൊടുക്കേണ്ട രൂപത്തിലുള്ള ആളുകളാണോ? അതോ ഈ പറയുന്ന വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെട്ടവരാണോ? അത് പരിശോധിച്ച് സ്പോൺസറെ അറിയിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളാണ്, ഇവർക്ക് ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നീട് അവർ തമ്മിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെ ചെയ്തു കൊടുത്തതായി പറയുന്ന കണക്ക് 196 വീടുകളാണ്. പ്രളയം മൂലം അന്ന് പ്രളയത്തിൽ ഏറ്റവും അധികം നാശം സംഭവിച്ച ഒരു സ്ഥലമാണ് പറവൂർ. നമുക്കറിയാവുന്നതാണ് 2018 സാഹചര്യം. അപ്പോൾ 196 വീടുകൾ അന്ന് നിർമ്മിക്കുന്നു. പിന്നീട് 4 വീടുകൾ അടങ്ങുന്ന ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കുന്നുണ്ട്. അതുകൂടി കണക്കാക്കുമ്പോൾ 210 എന്നൊരു കണക്ക് പറയുന്നുണ്ട്. ഭാഗികമായി തകർന്ന 30 വീടുകൾ നേരത്തെ നിർമ്മിച്ചു നൽകി. ഭാഗികമായി തകർന്ന മറ്റൊരു 30 വീടുകൾ ഇപ്പോൾ നിർമ്മിച്ച് പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞു. പൂർത്തിയായിട്ടില്ല എന്നുള്ളത് ഒരു പരാതിയായി നിൽക്കേണ്ടതാണ്. കാരണം ഇത്ര വർഷങ്ങൾക്കിപ്പുറം പൂർത്തിയായിട്ടില്ല എങ്കിൽ പുനർജനി അത് പരിശോധിക്കുന്നുണ്ടോ? അതായത് ഈ കണക്ട് ചെയ്ത് കൊടുക്കുക എന്നതിനപ്പുറം നിർമ്മാണം പൂർത്തിയായിട്ടുണ്ടെന്നൊരു പരിശോധന പുനർജനി നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാം. പക്ഷെ അതല്ലല്ലോ. ഇത് CBIക്ക് വിടേണ്ട കേസ് എന്താണെന്നാണ് പറയുന്നത്? വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചു എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ നിരത്തിൽ കേസ് നിൽക്കില്ല. ഒരു പരാതിക്കാരൻ ആവർത്തിച്ച് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പരാതിക്കാരൻ്റെ ഇരുന്ന് പരാതി വീണ്ടും എഴുതി വാങ്ങുകയാണോ എന്ന ചോദ്യം കൂടി അവിടെ നിൽക്കുകയാണ്. ഇത് പല കേസുകളിലും, രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ നമുക്കറിയാം, പെരിയ കേസ് അടക്കമുള്ള കേസുകളിൽ എങ്ങനെയാണ് CBI അന്വേഷണം എന്ന കുടുംബം ആവശ്യപ്പെട്ട് കരഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ അടുത്ത് വരുമ്പോഴും CBI അന്വേഷണത്തിനെതിരെ കോടതിയിൽ അറ്റം വരെ പോവുകയാണ്. 90 ലക്ഷത്തിലധികം ചെലവ് ആ കേസിന് വേണ്ടി മാത്രം ചെലവഴിച്ചിട്ടുണ്ട്. വേറെയും രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ ചെലവഴിച്ച കണക്ക് 2 കോടിയിലപ്പുറം വരും. അത് അഭിഭാഷകരെ എത്തിക്കാനും ആ കേസിന് മുന്നോട്ടുള്ള കാര്യത്തിനും ഒക്കെ അത്രയും തുക ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ CBI അത്രത്തോളം വെറുക്കുന്നു. CBI എന്ന കേന്ദ്ര ഏജൻസി രാഷ്ട്രീയമായി ദുരുപയോഗം അല്ലെങ്കിൽ രാഷ്ട്രീയമായി പ്രതിയോഗികളെ തകർക്കാനുള്ള സംവിധാനമാണ് എന്ന് പറയുന്ന ഇടത് സർക്കാർ ഈ വിഷയത്തിൽ CBI കേസിൽ വിടുമോ? അങ്ങനെ വിടുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ആ വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വിട്ടത്? അങ്ങനെ ഒരു ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതിൽ വ്യക്തത വരുത്തേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. പ്രതിപക്ഷ നേതാവ് എന്നതിനപ്പുറം പ്രതിപക്ഷത്തെ ഐക്യത്തോടെ നിർത്താൻ, അല്ലെങ്കിൽ ഈ ഒരു കേസ് വരുന്നു എന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാർത്ത രാവിലെ വന്നതോടുകൂടി പ്രതിപക്ഷത്തിന്റെ ഐക്യം, അല്ലെങ്കിൽ കോൺഗ്രസിനകത്തെ നേതാക്കളുടെ ഐക്യമാണ് നമ്മൾ കണ്ടത്. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് ഒന്നുകൂടി ചൂട് പകരാൻ, അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഒരു ആത്മവിശ്വാസം നൽകാൻ യഥാർത്ഥത്തിൽ ഈ ഒരു ആരോപണം സഹായിച്ചു എന്നുള്ളതാണ്. Meet the editors.